ഏതോ ജന്മകൽപ്പനയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ പിന്നാലെ പോകുന്നുണ്ട് അശ്വിൻ. എന്തായാലും ശ്രുതി ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ച് റോട്ടിലൂടെ ഒക്കെ പോണ സമയത്ത് പെട്ടെന്ന് തന്നെ കാറ് വന്ന് ബാക്കിൽ നിൽക്കുമ്പോൾ ശ്രുതി പേടിക്കുന്നുണ്ട്. എന്താ പറയും, സാറ് വന്ന് ചോദിക്കും, ആ കയറാൻ പറയും. അപ്പം ശ്രുതി വേണ്ടാന്ന് പറയുമ്പോൾ കയറാനല്ലേ പറഞ്ഞതെന്ന് ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങനെ അശ്വിൻ്റെ വണ്ടിയിൽ നമ്മുടെ ശ്രുതി കയറുന്നുണ്ട്. അതിനുശേഷം വണ്ടിയിൽ ഇരുന്നിട്ട് എനിക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്ത് പറയാൻ, എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു. എന്താ പറയാനുള്ള പോലെ തോന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അത് സാർ കൺഗ്രാജുലേഷൻ പറഞ്ഞത് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പറയണമെന്ന്. എന്തിനെന്ന് വെച്ചപ്പോൾ സാറ് വിവാഹത്തിന് സമ്മതിച്ചതിൽ സാറിൻ്റെയും ലാവണ്യ മേഡത്തിൻ്റെയും വിവാഹം, നിങ്ങൾ രണ്ടുപേരും നല്ല ജോഡികളെന്ന് എത്രയോ നാളായിട്ടുള്ള ആഗ്രഹമാണ്. സാർ കല്യാണത്തിന് സമ്മതിച്ചതിൽ അതിൽ സന്തോഷമുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ നിനക്ക് ശരിക്കും സന്തോഷം തന്നെയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതെ, എനിക്ക് ശരിക്കും സന്തോഷം തന്നെയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് രണ്ടുപേരും ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ ശ്രുതിയുടെ വീടെത്താറായപ്പോൾ ശ്രുതി പറയുന്നത് ഇവിടെ നിർത്തിയാൽ മതി സാർ, ഇതാണ് എൻ്റെ വീട് എന്ന് പറഞ്ഞ് അങ്ങനെ എന്നാൽ ശരി എന്ന് പറഞ്ഞ് കാറ് ഇറങ്ങാൻ പോകുമ്പോൾ വീണ്ടും ശ്രുതി വീഴാൻ പോകുന്നുണ്ട്. അതിനുശേഷം അശ്വിനൊന്നും മിണ്ടുന്നില്ല. ശ്രുതി വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോകും. അങ്ങനെ വിഷമിച്ച് തന്നെ ശ്രുതി പോകുന്നുണ്ട്. പിന്നീട് അച്ഛൻ തിരിച്ച് പോകുന്ന പകുതി എത്തിയപ്പോഴാണ് സീറ്റിലേക്ക് നോക്കിയപ്പോൾ ശ്രുതിയുടെ പേഴ്സ് കിടക്കുന്നത്. അങ്ങനെ അതുമായിട്ട് അശ്വിൻ തിരിച്ചു പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വീടാണ്, അതായത് അശ്വിൻ സാറിൻ്റെ വീട്. അശ്വിൻ സാറിൻ്റെ വീട്ടിൽ എല്ലാവരും കൂടെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് മനോരമേൻ്റെ വന്ന് പെട്ടെന്ന് ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്, എന്നാണ് ഇനി കുഞ്ഞൻ്റെയും ലാവണ്യ ബേബിയുടെയും കല്യാണം, അത് ഇനിയിപ്പോൾ എന്നൊന്നും അറിയില്ല. അതുവരെ എൻ്റെ മോൻ ഇങ്ങനെ വേറെ ഇറങ്ങണം എന്നാണോ നിങ്ങൾ പറയുന്നത്? എൻ്റെ മോൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം. കുഞ്ഞൻ ലാവണ്യ ബേബി വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞില്ലേ, ഇനി അത് പോരാ, ഇനിയിപ്പോൾ എൻ്റെ മോൻ്റെ വിവാഹം നടത്തണ്ടേന്നൊക്കെ ചോദിക്കുമ്പോൾ നീ ഇങ്ങനെ ധൃതി പിടിക്കല്ലേ, വേവോളം കാത്താൽ ആറോളം കാക്കണ്ട, വേവോളം കാക്കുമ്പോൾ ആറോളം കാക്കണ്ടേന്നൊക്കെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. നിങ്ങതൊക്കെ പറയും, എൻ്റെ മോൻ്റെ വയസ്സിന് ഇയേഴ്സിന് കൂടിപ്പോണെന്നൊക്കെ പറഞ്ഞ് കുറേ ഇംഗ്ലീഷൊക്കെ പറയും. നീ ഇനിയിപ്പോൾ ഒരു കണക്കിന് കുഞ്ഞൻ സമ്മതിച്ച ബന്ധം വേണ്ടാന്ന് വെപ്പിക്കരുതിട്ടാ ഇങ്ങനെ വാശി പിടിച്ചിട്ട്. അത് അപ്പോൾ നമ്മുടെ അഞ്ജലിയും പറയുന്നുണ്ട്, ആൻറ്റി ചിലപ്പോൾ ആ കുഞ്ഞൻ്റെയും ആകാശിൻ്റെയും വിവാഹം ഒന്നിച്ച് നടത്താനായിരിക്കും കുഞ്ഞൻ്റെ തീരുമാനം, എന്തായാലും ഒന്നും പറയണ്ട, ഇനി അതൊന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് ഇല്ലാണ്ടാക്കണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ശരി, ഞാനായിട്ട് ഇനി ഒന്നും പറയുന്നില്ല എന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ മനോരമ ദേഷ്യപ്പെട്ട് ചാടിത്തുള്ളിയൊക്കെ പോകുന്നുണ്ട്. പിന്നീട് ശ്രുതിയുടെ വീടിന് കാണിക്കുന്നത്, ശ്രുതിയുടെ വീട്ടിൽ ശ്രുതി വിഷമിച്ചിരിക്കുമ്പോൾ അമ്മായി വന്നു കഴിഞ്ഞിട്ട് ശ്രുതിനായിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ട്. നല്ലൊരു ബന്ധം വന്നിട്ട് ശ്യാമോനെ വിവാഹം കഴിക്കാൻ നിനക്ക് സമ്മതമല്ലാത്തതിൻ്റെ കാരണം എനിക്കറിയണം. നിന്നെപ്പോലെ ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ ശ്യാമോൻ തീരുമാനിച്ച് തന്നെ ഭാഗ്യം എന്ന് വിചാരിച്ചാൽ മതി. നിന്റെ മുന്നിൽ അവൻ നിന്റെ യോഗ്യത വെച്ച് നോക്കുമ്പോൾ അവൻ രാജകുമാരനാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അമ്മായി ഓരോന്ന് പറഞ്ഞ് വിഷമിപ്പിക്കുന്നുണ്ട്. കാരണം അറിയണം, നീ വായടച്ച് പൂട്ടി താക്കോല് കടലിൽ കളഞ്ഞ പോലെ ആയാൽ ശരിയാവില്ല. ഞാൻ നിന്റെ വിവരങ്ങൾ അറിയാതെ ഞാൻ പോകില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഇങ്ങനെ ഇരിക്കുന്ന ആ സമയത്തിന് പെട്ടെന്ന് വാതിൽമേൽ ഇങ്ങനെ ഡോർമേനെ മുട്ടുണ്ട്. അങ്ങനെ 2-3 പ്രാവശ്യം മുട്ടുമ്പോൾ നമ്മുടെ ശ്രുതി ചെന്ന് തുറക്കുന്നുണ്ട്. അപ്പം എൻ്റെ അശ്വിൻ സാറിന്, സാറെന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിൻ്റെ ഇത് തരാൻ വന്നാണ്, നിൻ്റെ പേഴ്സ് നീ കാറിൽ വെച്ച് മറന്നില്ലേ എന്ന് വെച്ചപ്പോൾ സോറി. അപ്പോഴത്തേനും അമ്മായി വരും, ആരാണ് മോളെ, അശ്വിൻ സാർ എന്താ ഇവിടെ നിൽക്കുന്ന, വായു അകത്തേക്ക് കയറിയിട്ട് പറഞ്ഞപ്പോൾ വേണ്ട, പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയും. ആ സമയത്ത് ശ്രുതിയുടെ അമ്മയും വരുന്നുണ്ട്. ആരാണ് മോളെ ഇതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പോണ വീട്ടിലെ സാറെന്ന് പറഞ്ഞപ്പോൾ വാമോനെ അകത്തേക്ക് വായോ, ശ്രുതി അകത്തേക്ക് വിളിച്ചിട്ട് പലഹാരമൊക്കെ കൊടുക്കാൻ പറഞ്ഞപ്പോൾ അമ്മ സാറ് മധുരം ഒന്നും കഴിക്കില്ല, പലഹാരമൊന്നും കഴിക്കില്ല എന്ന് പറയും. ഞാൻ ഈ അച്ഛൻ്റെ വിവരങ്ങളൊക്കെ ചോദിക്കും, അച്ഛന് കുഴപ്പമൊന്നുമില്ല, അതേപോലെ ആ കെടുപ്പ് തന്നെയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ശരി എന്നാൽ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് അശ്വിൻ പുറത്തേക്ക് ഇറങ്ങി കാറിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അമ്മായി പറയും, ചെല്ലടി ചെന്ന് അവിടം വരെ ആക്കി കൊടുക്കാനൊക്കെ പറഞ്ഞ് അങ്ങനെ ശ്രുതി അശ്വിൻ്റെ അടുത്ത് ചെന്ന് നിൽക്കുന്നുണ്ട്. അങ്ങനെ അശ്വിൻ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ഈ പേഴ്സ് തരാൻ വേണ്ടി വന്നതാണ്, നിനക്ക് എന്തെങ്കിലും ഇതൊക്കെ പോലെ കളഞ്ഞു വെക്കലും പിന്നെ അത് ഞങ്ങൾക്ക് കൊണ്ടുതരലും അതൊക്കെ നിൻ്റെ ഒരു പതിവായ ശീലല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി ഇങ്ങനെ ആകെ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നിൻ്റെ ആ പാൽസർ ഞാൻ തന്നതുകൊണ്ട് നീ പ്രത്യേകിച്ച് ഒന്നും മനസ്സിൽ കണക്ക് കൂട്ടൊന്നും വേണ്ട. ഞാൻ ആ പാൽസർ എടുത്തു വെച്ചത് പണക്കാരനായ കാമുകൻ കാമുകിയോടുള്ള സ്നേഹം കൊണ്ട് സൂക്ഷിച്ചു വെച്ച അമൂല്യ നിധിയായിട്ടൊന്നും നീ അത് കാണണ്ട എന്നും പറഞ്ഞിട്ട് അതെനിക്ക് കിട്ടിയപ്പോൾ ഞാൻ സൂക്ഷിച്ചു വെച്ചു, അത്രയേ ഉള്ളൂ, അത് നിനക്ക് തന്നു എന്ന് മാത്രമേ ഉള്ളൂ, അതിന് നീ വേറെ അർത്ഥമൊന്നും കാണണ്ട. നിൻ്റെ ജീവിതം രക്ഷപ്പെട്ടെന്ന് നിനക്ക് തോന്നുകയും വേണ്ട. എനിക്ക് നിന്നോട് അങ്ങനത്തെ പ്രത്യേകിച്ച് ഒരു താല്പര്യവും ഇല്ല. സിനിമയിലൊക്കെ കാണുന്ന പോലെ പണക്കാരനായ നായകൻ സമ്മാനങ്ങൾ കൊടുക്കൽ അങ്ങനത്തെ ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ ഇല്ല, ഞാൻ അങ്ങനെ ചിന്തിക്കുന്നുമില്ല, നീയും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ശ്രുതിനെ ഒരുപാട് ഇങ്ങനെ അപമാനിക്കുന്നു. ശ്രുതി ഇങ്ങനെ ആകെ തരിച്ചിരിക്കുന്നതൊക്കെ കേട്ടിട്ട്
നിൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നീ അതെടുത്ത് കളയണം. നിൻ്റെ ജീവിതം രക്ഷപ്പെട്ടെന്ന് നീ കരുതരുത്. നീയും നിൻ്റെ പാദസരമൊക്കെ എനിക്ക് വെറും വിലയില്ലാത്ത നാണയം പോലെയെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ ഒരു സ്ത്രീനെ കുറിച്ച് അപമാനിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ അശ്വിനി ഇങ്ങനെ ശ്രുതിനെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നു. ശ്രുതിനെങ്കിൽ അതൊക്കെ കേട്ട് ഇങ്ങനെ നിറഞ്ഞ് കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിലും മറുപടി ഒന്നും പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. ശരിക്കും ആർക്ക് കേട്ടാലും നമ്മുടെ അശ്വിനോട് വെറുപ്പ് തോന്നുന്ന ഒരു ഭാഗങ്ങളൊക്കെ ആയിരുന്നു. അത് അത്രയ്ക്ക് മോശമായ രീതിയിൽ ശ്രുതിനെ ഒരു സ്ത്രീനെ അപമാനിക്കുന്ന രീതിയിലാണ് അശ്വിൻ സംസാരിച്ചത്. അതിനുശേഷം വീണ്ടും കുറേ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഉപദേശിക്കുന്നൊക്കെ പോലെ പറഞ്ഞിട്ട് നിൻ്റെ മനസ്സിലൊന്നും ഉണ്ടാകാൻ പാടില്ല, അത്രയേ ഉള്ളൂ എന്നും പറഞ്ഞ് അശ്വിൻ കാറിൽ കയറി പോകുമ്പോൾ ശ്രുതി ഇങ്ങനെ ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുന്നുണ്ട്. അതിനുശേഷം അകത്തേക്ക് പോകുമ്പോൾ ശ്രുതി ചേച്ചി ചോദിക്കും എന്തിനാണ് ശ്യാം സാർ വന്നതെന്ന് ചോദിക്കുമ്പോൾ പേഴ്സ് ഞാൻ മറന്നു വെച്ച് കാറിൽ എന്ന് പറയുമ്പോൾ നിൻ്റെ മുഖം എന്താ വല്ലാണ്ടിരിക്കണേ, നീ അദ്ദേഹത്തായിട്ട് വഴക്കിട്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല ചേച്ചി, ഞാൻ കുറച്ചു നേരം തനിച്ചൊന്നിരിക്കട്ടെ, എനിക്ക് വല്ലാത്ത തലവേദന എന്ന് പറയും. നിൻ്റെ പാദസ കോൽസ് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ അത് കിട്ടി എന്നും പറഞ്ഞ് ശ്രുതി അകത്ത് കയറി വാതിലടയ്ക്കും. വല്ലാത്ത വിഷമാവുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ശ്യാം എവിടേക്കോ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നുണ്ട്. അഞ്ജലി പിന്നാലെ വന്നിട്ട് ചോദിക്കുന്നുണ്ട് എവിടേക്കാണ് ശ്യാമേട്ട പോകണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് പോകണം. ഡോക്ടറെ എടുത്തോ എന്തേ? അപ്പോൾ കാലത്ത് അലർജിക്ക് കുറവായില്ലെന്ന് പറഞ്ഞപ്പോൾ കുറവായി, എന്നാലും ഒന്ന് കാണിക്കണം നല്ലതല്ലേ എന്ന് പറഞ്ഞത്. 5 മിനിറ്റ് നിൽക്കും, ഞാനും വരാമെന്ന് അഞ്ജലി പറയും. അത് വേണ്ട, നീ പോരണ്ട, അഞ്ജലി മോള് പോരണ്ട, ഞാൻ പൊക്കോണ്ട. എന്താ ഞാൻ പോന്നാൽ നാണക്കേടാവൂലേന്ന് ചോദിക്കും. എന്തിന് എന്നെ കൊണ്ടുപോകണത്? വേറെ ആരുമല്ലല്ലോ, ഞാൻ സ്വന്തം ഭാര്യയല്ലേന്ന് ചോദിക്കും. അതുകൊണ്ടല്ല, ഒരു നിസ്സാര അലർജിയുടെ കാര്യത്തിന് ഭാര്യയും കൂട്ടി ഞാൻ ചെന്നൊക്കെ പറഞ്ഞാൽ അതൊരു മോശക്കേടല്ല അഞ്ജലി മോളെ, ഞാൻ തന്നെ പൊക്കോണ്ട്, മോള് പോരണ്ട, ഈ രാത്രി പെട്ടെന്ന് തന്നെ വരാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അഞ്ജലി ഇങ്ങനെ പിണങ്ങി നിൽക്കുമ്പോൾ പിണം കണ്ട ഞാൻ വേഗം വരാമെന്നൊക്കെ പറഞ്ഞു. എന്നാൽ ശരി ശ്യാമേട്ടൻ പോയിട്ട് വാന്നൊക്കെ പറയും. പിന്നീട് ശ്യാം ധൃതിയിൽ പുറത്തേക്ക് ഇറങ്ങിയിട്ട് മറ്റാരെയോ ഫോൺ ചെയ്യുന്നുണ്ട്. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാം ഓർമ്മയുണ്ടെന്ന് പറയും. ആരും ശരിക്കും ഫ്രണ്ടിൽ തന്നെ വേണം, ഫ്രണ്ടിൽ തന്നെ ആരെങ്കിലും കണ്ടുവരുന്ന രീതിയിൽ, പുറത്തുള്ളവർ കാണുന്ന രീതിയിലായിരിക്കണം കറക്റ്റായിട്ട് എഴുതണം, വ്യക്തമാക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. എന്തായാലും അത് ശ്യാമിൻ്റെയും ശ്രുതിയുടെയും പേര് എഴുതാനുള്ള തയ്യാറെടുപ്പ് തന്നെയാണ്. അങ്ങനെയെങ്കിലും ആൾക്കാരെ കൊണ്ട് പറയിപ്പിച്ചിട്ട് ശ്രുതിയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് ശ്യാമിൻ്റെ പരിപാടി. അങ്ങനെ അത്രയേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡിൽ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.